കേരളത്തിൻ്റെ മാറിയ വ്യവസായ മുഖം ഉച്ചകോടിയിൽ പ്രതിഫലിക്കുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ. രാഷ്ട്രീയ കക്ഷി താല്പര്യങ്ങൾക്കപ്പുറം കേരളത്തിൻ്റെ വികസനം മാത്രം ലക്ഷ്യം വയ്ക്കുന്ന ഒരു ഉച്ചകോടിയാണിത്. 2 ദിവസമാണ് ഈ ഉച്ചകോടി. ഇന്നും നാളെയും ഇത് നടക്കും. കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, അതുപോലെ സഹമന്ത്രി ജയന്ത് ചൗധരി പങ്കെടുക്കും. അതുപോലെ ഓൺലൈനായിട്ട് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും ഈ പരിപാടിയിൽ പ്രഭാഷണം നടത്തുന്നുണ്ട്. ഇപ്പോൾ തനീഷ് തമ്പി ചേരുന്നു. തനീഷ്, കൂടുതൽ വിശദാംശങ്ങൾ, അതിഥികളെല്ലാം എത്തിക്കഴിഞ്ഞു, എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത്. കൃത്യം 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. മുഖ്യമന്ത്രി കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം മറ്റ് നേതാക്കൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെയൊക്കെ സാന്നിധ്യമാണ് ഏറെ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അദ്ദേഹം അല്പസമയത്തിനകം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. മന്ത്രിമാർ, MP മാർ, MLA മാർ തുടങ്ങി ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദം, പ്രമുഖ വ്യവസായികൾ തുടങ്ങിയവരെല്ലാം എത്തിയിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ഏതാണ്ട് 3000-ഓളം പ്രതിനിധികളാണ് ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. കേരളത്തിന്റെ വികസന സാധ്യതകൾ, വ്യവസായ സാധ്യതകൾ ഈ സംരംഭകരെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സമ്മിറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തിന്റെ സാധ്യതകൾ എന്തൊക്കെ എന്നത് സംബന്ധിച്ച് സംരംഭകർക്ക് മുന്നിൽ ഉദ്യോഗസ്ഥർ വിശദീകരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് ഈ ഒരു കേരളത്തിലെ എന്തിന് സംരംഭം തുടങ്ങണം എന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അവർക്കൊരു വ്യക്തത വരികയുള്ളൂ. വ്യവസായത്തിന് ഏറെ അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്നുള്ളതാണ് കേരളം ബോധ്യപ്പെടുത്താൻ പോകുന്നത്. ഇതിൽ കേരളത്തിന്റെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട്. ആ നിലയിൽ ഉള്ള ഇടപെടലുകൾ കൂടുതലായി ഉണ്ടാകും. ഇപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രമുഖ വ്യവസായികളുമൊക്കെയായി അദ്ദേഹം ആശയവിനിമയം നടത്തുന്നുണ്ട്. ആ നിലയിൽ ഉള്ള കാര്യങ്ങൾ ഒക്കെ നടക്കുന്നു. കൂടുതൽ നേതാക്കൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് കൂടി എത്തുന്നതോടുകൂടിയായിരിക്കും ഇതിന്റെ ഈ ഒരു വേദി കൂടുതൽ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ളതായി മാറുക. കാരണം കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം, അത് വ്യവസായികൾക്ക് നൽകുന്ന സന്ദേശം വളരെ പോസിറ്റീവായ ഒന്നായിരിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. മുൻപ് 2 സമ്മിറ്റുകൾ, ഇതുപോലുള്ള ഉച്ചകോടികൾ, മീറ്റുകൾ നടന്നിരുന്നു കേരളത്തിൽ. പക്ഷേ ആ രണ്ടിലും തുടർ പ്രക്രിയകൾ ഉണ്ടായിരുന്നില്ല. വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് അതിന്റെ തുടർച്ച ഉറപ്പാക്കാൻ പിന്നീട് വന്ന സർക്കാരുകൾക്കൊന്നും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല. വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് മന്ത്രി പി രാജീവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പകരം നമുക്ക് വളരെ ഉറപ്പുള്ള, കൃത്യമായി നമുക്ക് നടപ്പിലാക്കാൻ കഴിയും എന്ന ബോധ്യമുള്ള പദ്ധതികൾ മാത്രമായിരിക്കും പ്രഖ്യാപിക്കുക. ആ നിലയിൽ കേരളത്തിലെ സാധ്യതകൾ എന്തൊക്കെ എന്നത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ രൂപരേഖ ഈ സമ്മിറ്റിൽ വിവിധ സെഷനുകളിലായി അവതരിപ്പിക്കും എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്.